വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ പ്രസിദ്ധമായ 4 ശാസ്താക്ഷേത്രങ്ങളാണ് കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല എന്നിവ. പ്രമുഖമായ ഈ 4 ശാസ്താക്ഷേത്രങ്ങളിലും 4 ഭാവങ്ങളിലാണ് ശ്രീധർമ്മശാസ്താവ് കുടിയിരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ്. ശ്രീധർമ്മശാസ്താവ് ബാലഭാവത്തിൽ ദർശനമരുളുന്ന കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താക്ഷേത്രം കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്ന് നെടുമങ്ങാട് പാലോട് വഴി ഏതാണ്ട് 61 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെത്താം. കന്യാകുമാരിയിൽ നിന്ന് കളിയിക്കാവിള, വെള്ളറട, ആര്യനാട്, വിതുര, പാലോട് വഴിയും കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നും പത്തനാപുരം, പുനലൂർ, അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോട്ട, ആര്യങ്കാവ് വഴിയും കുളത്തൂപ്പുഴയിൽ എത്തിച്ചേരാം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശാസ്താക്ഷേത്രങ്ങളിൽ പ്രമുഖമായ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താക്ഷേത്രം. ശരണമന്ത്രം പാടി ഒഴുകി നീങ്ങുന്ന കല്ലടയാറിന്റെ തീരത്താണ് ബാലശാസ്താവിന്റെ അധിവാസം. കിഴക്കോട്ട് ദർശനമായി ബാലശാസ്താവ് കുടികൊള്ളുന്ന ഇവിടെ 3 പൂജകളാണ് നിത്യേനയുള്ളത്. പൊട്ടിപ്പോയ 8 കഷ്ണങ്ങളായാണ് പ്രതിഷ്ഠ. ഇതിനു പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ തീർത്ഥാടനത്തിന് പോകവേ ഭക്ഷണം തയ്യാറാക്കാൻ അടുപ്പ് കൂട്ടാൻ അടുത്തു കണ്ട കല്ല് പൊട്ടിച്ച് കഷ്ണമാക്കി. അതിൽ എങ്ങനെ പാത്രം വെച്ചാലും ഒരു കല്ലിന് പൊക്കക്കൂടുതൽ കണ്ടു. ആ കല്ല് ഇടിച്ചു പൊട്ടിച്ചപ്പോൾ രക്തം ചീന്തിയെന്നും ചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. നീരാഞ്ജനം, മീനൂട്ട്, പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം, പാൽപായസം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അരവണ, അപ്പം, പായസം, അഷ്ടോത്തരാർച്ചന തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. അരിമ്പാറ പോലുള്ള ത്വക്ക് രോഗങ്ങൾ മാറുന്നതിനായി ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കല്ലടയാറ്റിലെ മീനുകളെ ഊട്ടുന്ന ചടങ്ങാണ് മീനൂട്ട്. ഇതിനായി നിത്യേന നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. അടിമ സമർപ്പണമാണ് ഇവിടെ മറ്റൊരു വഴിപാട്. പ്രധാന ദേവനായ ബാലശാസ്താവിന് പുറമെ ഗർഭഗൃഹത്തിന് പുറത്തായി ശിവൻ, ഗണപതി, മാമ്പഴത്തർ ഭഗവതി, ഭൂതത്താൻ, നാഗരാജാവ്, യക്ഷി, ഗന്ധർവൻ എന്നീ ഉപദേവന്മാരും ഇവിടെ കുടികൊള്ളുന്നു.
മേടവിഷുവാണ് ഇവിടെ പ്രധാനം. വിഷുവിന് തലേന്നാൾ ആരംഭിക്കുന്ന ഉത്സവാഘോഷ ചടങ്ങുകൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നു. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവ് കൗമാരഭാവത്തിലാണ് കുടികൊള്ളുന്നത്. കൊല്ലത്തു നിന്നും 73 കിലോമീറ്ററും പുനലൂരിൽ നിന്നും 33 കിലോമീറ്ററും തെങ്കാശിയിൽ നിന്നും 21 കിലോമീറ്ററും ദൂരമാണ് ആര്യങ്കാവിലേക്ക്. കൊല്ലം ചെങ്കോട്ട റൂട്ടിലെ ആര്യങ്കാവാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. കിഴക്കോട്ട് ദർശനമായാണ് കൗമാരഭാവത്തിലുള്ള ശ്രീ ധർമ്മശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീകോവിലിലെ ശാസ്താ പ്രതിഷ്ഠ നടയ്ക്കു നേരെയല്ല എന്ന പ്രത്യേകതയും ഉണ്ടിവിടെ. 10-ാമതയ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയിൽ പതിക്കുമെന്നത് ഏറെ സവിശേഷകരമായ കാര്യം തന്നെയാണ്. മൂലപ്രതിഷ്ഠയിൽ ഉച്ചയ്ക്ക് മാത്രമേ അഭിഷേകം പതിവുള്ളൂ. പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ദർശന സമയം. ധനു 3 മുതൽ 12 വരെ നടക്കുന്ന വാർഷികോത്സവം ക്ഷേത്രത്തിൽ പ്രധാനമത്രേ. വാർഷികോത്സവ ഭാഗമായി തൃക്കൈ കല്യാണം എന്ന ഒരു അപൂർവ ചടങ്ങിന് ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നു. തമിഴ്നാട്ടുകാർ പെൺവീട്ടുകാരായും കേരളീയർ ആൺവീട്ടുകാരായുമാണ് തൃക്കൈ കല്യാണം നടക്കുന്നത്. തൃക്കൈ കല്യാണ ദിനം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന മംഗല്യ ചരട് വാങ്ങാൻ ഏറെ തിരക്കനുഭവപ്പെടുന്നു. മംഗല്യ ചരടണിഞ്ഞാൽ യുവതികൾക്ക് മംഗല്യഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒരു സമർപ്പിത മണ്ഡപത്തിൽ സൗരാഷ്ട്ര സമുദായത്തിന്റെ ആചാരപ്രകാരമാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. പ്രധാന ദേവന് പുറമെ ശിവൻ, നാഗരാജാവ്, ഗണപതി, കറുപ്പസ്വാമി, അഷ്ടദിക്പാലകർ എന്നിവർ ഉപദേവന്മാരായും ആര്യങ്കാവ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ആര്യങ്കാവ് പഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശാസ്താവ് ഗൃഹസ്ഥാശ്രമിയായി ഭക്തർക്ക് ദർശനമരുളുന്നു. പുനലൂരിൽ നിന്നും പിറവന്തൂർ അലിമുക്ക് വഴി അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്താം. പുനലൂരിൽ നിന്നും തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയും ക്ഷേത്രത്തിലെത്തിച്ചേരാം. പൂർണ്ണ, പുഷ്കല എന്നീ പത്നിമാരോടൊപ്പം ഇരിക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12-നാണ്. 5 പൂജകളാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിത്യേന നടന്നുവരുന്നത്. പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ദർശന സമയം.
വളരെ സവിശേഷമാർന്ന ആചാരവിധികളാലും പൂജാവിധികളാലും പ്രസിദ്ധമാണ് അച്ചൻകോവിൽ ക്ഷേത്രം. ഗൃഹസ്ഥാശ്രമിയായ അച്ചൻകോവിൽ ശാസ്താവിൻ്റെ കൈ ചിന്മുദ്രയിലല്ല ഇരുന്നരുളുന്നത്. ഇവിടുത്തെ ശാസ്താവിഗ്രഹത്തിൻ്റെ കയ്യിൽ ചന്ദനം അരച്ചു വയ്ക്കുന്നത് പതിവാണ്. വിഷം തീണ്ടിയവർക്ക് ഈ ചന്ദനം കൊടുത്താൽ വിഷമിറങ്ങുമെന്നാണ് പ്രബല വിശ്വാസം. അതുകൊണ്ട് തന്നെ അച്ചൻകോവിൽ ക്ഷേത്രനട ഏതു സമയത്തും തുറക്കും. വിഷം തീണ്ടിയവർ അച്ചൻകോവിലെത്തിയാൽ ഏത് അർദ്ധരാത്രിക്കും ശാന്തിക്കാർ കുളിച്ച് നട തുറക്കും. ശാസ്താവിൻ്റെ കയ്യിൽ അരച്ചുവെച്ച ചന്ദനം വിഷം തീണ്ടിയ ആളിൻ്റെ മുറിപ്പാടിൽ തേക്കും. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിലെ വിഷചികിത്സ പ്രസിദ്ധമായിരുന്നു അത്രേ. മണ്ഡലപൂജയുടെ തലേ ദിവസം ആറാട്ട് വരത്തക്ക വിധം 10 ദിവസത്തെ ഉത്സവമാണിവിടെ. ഉത്സവത്തോടനുബന്ധിച്ച് 9-ാം ദിവസം തേരോട്ടവും നടന്നുവരുന്നു. ഭഗവതി, മാളികപ്പുറത്തമ്മ, ദുർഗ, നാഗരാജാവ്, നാഗയക്ഷി, ഗണപതി, മുരുകൻ, കറുപ്പസ്വാമി തുടങ്ങിയ ഉപദേവന്മാരും അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിനുള്ളത്. സന്യാസഭാവത്തിലാണ് ഇവിടെ ശാസ്താവ് കുടിയിരിക്കുന്നതെന്നാണ് വിശ്വാസം. തെക്കേ ഇന്ത്യയിലെ പ്രശസ്തമായ 2ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. പത്തനംതിട്ടയിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമാണുള്ളത്. കിഴക്കോട്ട് ദർശനമായാണ് ശാസ്താവ് ഇവിടെ കുടിയിരിക്കുന്നത്. നിത്യേന 3 പൂജകളാണിവിടെ. മാളികപ്പുറത്തമ്മയാണ് പ്രധാന ഉപദേവത. പന്തളം രാജാവിൻ്റെ വളർത്തുപുത്രനായ അയ്യപ്പൻ ഇവിടുത്തെ ശാസ്താവിൽ വിലയം പ്രാപിച്ചുവെന്നാണ് പഴമ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ 18 മലദൈവങ്ങൾക്കും നടുവിലാണ് നായകനായ അയ്യപ്പൻ്റെ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഇതിൻ്റെ പ്രതീകമാണ് 18 പടികൾ എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് ശബരിമല തന്ത്രി ചെയ്യുന്ന പടിപൂജ എന്ന ദേവതാപൂജ. ശബരിമല, പൊന്നമ്പലമേട്, ഗൗണ്ടൽമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേട്, ഗർഗിമല, മാതംഗമല, മയിലാടുംമേട്, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല എന്നിവയാണ് ഈ 18 മലകൾ. ശബരിമലയുടെ മൂലസ്ഥാനം പൊന്നമ്പലമേട്ടിലായിരുന്നു എന്നാണ് വിശ്വാസം.
ശബരിമലയിൽ നിന്നും ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരമാണ് പൊന്നമ്പലമേട്ടിലേക്ക്. മലയാളക്കരയിലെ 4 പ്രശസ്ത ശാസ്താക്ഷേത്രങ്ങളായ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല സന്നിധാനങ്ങളിൽ ഭക്തർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പാപച്ചുവടുകൾ ഇറക്കിവെച്ച് മോക്ഷത്തിൻ്റെ തൊടുകുറി അണിയുകയാണ്.